താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഗവർണർ ആകാൻ പറ്റി എന്നുള്ളതാണ്. മിസോറാം ഗവർണറായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ശരിക്കും ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയൊരു പൊസിഷൻ അല്ലേ? അപ്പൊ ആ ഒരു പൊസിഷനിൽ ഒരു വർഷം ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു വർഷക്കാലം ഇരുന്നപ്പോ 9 ഇവിടെ വർഷം. ഇവിടെ സ്വാഭാവികമായിട്ടും താങ്കളെ ആ സമയത്ത് കുറെ കളിയാക്കി. കാരണം ഒരാളെ കൊണ്ട് ഗവർണറാക്കി എന്നൊക്കെ പറയും. ഇവിടെ അറിയാലോ, നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോ ആ ഒരു സമയത്ത് താങ്കളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെ അല്ല, കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു? ഒന്ന് മിസോറം എന്ന് പറയുന്ന സംസ്ഥാനം വലിപ്പം നോക്കുമ്പോൾ കേരളത്തോളം തന്നെ വലിപ്പമുണ്ട്, കേരളത്തേക്കാൾ കൂടുതലുണ്ട്. ജനസംഖ്യ കുറവാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ അച്ചടക്കമുള്ളവരാണ്. ഒന്ന്, റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്യില്ല, ഹോൺ അടിക്കില്ല. അതുപോലെ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഇവിടുത്തെ പോലെ അനൗൺസ്മെൻറ്റും നടത്തി അങ്ങനെ യാതൊരു വിധത്തിലുള്ള ശബ്ദ മലിനീകരണവും ഇല്ല. നല്ല സിവിക് സെൻസ് ഉള്ള ആൾക്കാർ. അതെ. റോഡുകളെല്ലാം വളരെ ക്ലീനാണ്. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്നൊരു കടലാസ് എടുത്തിട്ടാൽ ആൾ വരും അതെടുത്ത് മാറ്റാൻ. അത് ജനങ്ങൾ തന്നെ ചെയ്യാം, അല്ലാതെ അതിന് ഗവൺമെൻറ് ഇതൊന്നുമില്ല. അപ്പം അത്ര ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അവിടെ ഈ പരസ്പരമുള്ള പഴിയാറലും ചെളിവാരിയേറിയലും ഒന്നുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയം പോലെയല്ല. അവരൊക്കെ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ് ഈ രംഗങ്ങളിലൊക്കെ നല്ല മികച്ച രീതി വെക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ ഒരാഴ്ച 2 ആഴ്ചക്കാലം പത്രത്തിൽ അത് തന്നെയായിരിക്കും. അവിടെ ദിവസം ഇത് ലാൻഡ് സ്ലൈഡാണ്, കാരണം ഭൂമിയുടെ കിടപ്പതാണ്. പക്ഷേ അവർക്കറിയാം ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു ഉണ്ടാകും എന്നുള്ള വിവരം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അതുപോലുള്ള വീടുകളാണ് അവർ വെച്ചിരിക്കുന്നത്. അത് ആ വീടങ്ങ് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറൊരു വീട് വെക്കുകയാണ്. കാരണം മുളയും അതും ഇതൊക്കെ ഉപയോഗിച്ചുള്ള പ്രകൃതി സൗഹൃദമായിട്ടുള്ള വീടുകളാണ്. അപ്പോൾ അവർക്ക് പ്രകൃതിയോട് ഇതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് ജീവിക്കുന്നവരാണ്. സാഹസികമായ ഒരു മനോഭാവമുള്ളവരാണ്. നമുക്കറിയാം, ഫുട്ബോൾ ടീമിൽ, ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിൽ 4-5 പേര് മിസോറമിലുള്ളവരാണ്. പക്ഷെ അവിടെ ഒരു ഫുട്ബോൾ കോർട്ട് ആ സംസ്ഥാനത്ത് ആകെ 1-2 ഉള്ളൂ. അവർ റോഡിലാണ് കൊച്ചുകുട്ടികൾ പണ്ട് കളിച്ച് പഠിക്കുന്നു. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഒരു ജിംനേഷ്യം, 2-3 ജിംനേഷ്യം ഉള്ള അവിടെ. പക്ഷെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഇന്ത്യയിലെ ചാമ്പ്യന്മാരായിട്ട് വരുന്ന അവിടെ നിന്നുള്ളവരാണ്. അപ്പോൾ അവരുടെ കഠിനാധ്വാനമാണ്, ലക്ഷ്യബോധം, ദിശാബോധം, അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമം, അത് അവിടെ നിന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ. ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോഴത്തേക്കിനും ശരിക്കും താങ്കൾ ഇത്രയും നാളും ഇരുന്നത് പോലത്തെ പല പൊസിഷനിൽ പല രീതിയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഗവർണർ പദവി ഒരു ഭയങ്കര ഒരു അതൊരു എന്താ ഞാൻ പറയാ, അതൊരു വല്ലാത്തൊരു ഒരു ഡിഫറെന്റ് പൊസിഷൻ ആണല്ലോ. കാരണം പല തരത്തിലുള്ള ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് റെസ്പെക്ട് നമുക്ക് ആളുകൾ തരുന്നത്, ചുറ്റിനും പരിചാരകര്, എന്തിനും ഏതിനും സ്റ്റാഫ്, അതൊക്കെ ശരിക്കും ഒരു താങ്കളെ പോലെ ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരാൾക്ക് ഒരു ഡിസ്കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? പാമ്പറിംഗ് അല്ലേ? ഞാൻ അതുമായിട്ട് അങ്ങ് ഇഴീച്ചേരിയായിരുന്നു. ഓക്കെ. ഒരു വാസ്തവം പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ സാഹചര്യം. കാരണം അത്രയധികം സുരക്ഷാ വലയത്തിൻ്റെ ഉള്ളിലാണ് താങ്കൾ ഇങ്ങനെ ആ ഒരു അതുപോലെ വേറെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഞാൻ സുരക്ഷയ്ക്ക് വേണ്ടി വരുന്നവരുടെ കൂടെ തന്നെ ഞാനും കൂടും. ഞാൻ ദിവസവും രാവിലെ 6:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏതാണ്ട് 100-150ഓളം CRPF സുരക്ഷിതരായിട്ടുണ്ട്. ജീവനക്കാർ, സ്റ്റാഫ് ഉണ്ട്. ഞാൻ രാവിലെ ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് അവരുടെ വീടുകളിൽ പോകും. ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് ചായ കുടിക്കും. അവരുടെ ക്വാർട്ടേഴ്സ്, CRPF കൂടെ ഇരുന്ന് രാവിലെ അവരുടെ ക്യാൻറ്റീനുണ്ട്, അവിടെ പോയിരുന്ന് അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ ദിവസവും രാവിലെ അവരുമായിട്ട് ഇടപഴകി കഴിയുന്നതുകൊണ്ട് അവരുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യാപനമായിട്ടുള്ള ഒരാളാണ്. ഞാൻ വിശ്വഹിന്ദുപക്ഷത്തിലുണ്ടായിരുന്ന കാലത്ത് 14 അനാഥ മന്ദിരങ്ങൾ ആരംഭിച്ചതാണ്. അതുകൊണ്ട് ഈ അനാഥ മന്ദിരങ്ങളിൽ പോവുക, അവിടെ മദർലെസ് ബേബീസ് ഹോം എന്നായിരുന്നു അതിന് ഇട്ടിരുന്ന പേര്. എന്ന് പറഞ്ഞാൽ അമ്മമാരില്ലാത്ത കുട്ടികൾ അനാഥാലയം നമ്മളിവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ ആ പേര് മാറ്റണം. അവർക്കാരും പറഞ്ഞു അമ്മയില്ലെന്ന്, നിങ്ങളൊക്കെ തന്നെയല്ലേ, നിങ്ങളിൽ സംഘാടകരൊക്കെ തന്നെയാണ്. അങ്ങനെ ഫീൽ അവർക്കുണ്ടാകാൻ പാടില്ല. നിങ്ങൾ മാതൃനിർവിശേഷമായ സ്നേഹം അവർക്ക് കൊടുത്ത് അവരെ ആ പേരൊക്കെ മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു.
അത് വിസിറ്റ് ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി. അതുകൊണ്ട് എനിക്കൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ നിരന്തരമായി പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു പക്ഷെ അതിൻ്റെ പരിധികളും പരിമിതികളും ഉണ്ട് ഒരു ഗവർണർ എന്നുള്ള നിലയ്ക്ക്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ഗ്രാമങ്ങളിൽ ഓരോ സമയങ്ങളിൽ പോകും. പിന്നെ അവിടെ 3 ജില്ലകൾ ഗവർണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്, ഭരണത്തിലാണ്. ഗവർണറാണ് നേരിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ആ ജില്ലകളിൽ പോകണമെങ്കിൽ അവിടെ റോഡുകളില്ല, ഹെലികോപ്റ്ററിൽ പോകണം ആ പ്രദേശത്തേക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, അവിടെ എവിടെയെങ്കിലും താമസിക്കും. ഇപ്പോൾ ഇവിടുത്തെ പോലെ വലിയ ഗസ്റ്റ് ഹൗസുകളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങളോടൊപ്പം അവർക്ക് കലകൾ അവതരിപ്പിക്കുന്ന വലിയ ഗോത്രജന വിഭാഗങ്ങളാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ബാംബു ഡാൻസ് ആണ് അവരുടെ പ്രധാന, മുള കൊണ്ടുള്ള ഒരു ഡാൻസാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ അവതരിപ്പിച്ച് അവരുടെ കൂടെ അങ്ങനെ കഴിയുമായിരുന്നു.